കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ: ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് പോകുകയില്ലേ? മത്തായി 18:10-11 വാക്യങ്ങൾ. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായിച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെ അവിടുത്തെ ദൂതന്മാരുടെ ഈ സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. വെളിപാട് 3:5. കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ന്യായാധിപൻ്റെ പുസ്തകം 6:12 വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു: വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. അപ്പോസ്തല പ്രവർത്തനം 12:7. അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ ദൂതൻ ബാലാമിനോട് പറഞ്ഞു: കഴുതയെ 3 പ്രാവശ്യം അടിച്ചതെന്തിന്? നിന്റെ യാത്ര വിവേകശൂന്യമാകയാൽ നിന്നെ തടയാൻ ഞാൻ വന്നിരിക്കുന്നു. സംഖ്യ 22:31-32 വാക്യങ്ങൾ. പിതാവ് അവനോട് പറഞ്ഞു: ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക. ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും. അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും. അവർ ഉടനെ യാത്ര പുറപ്പെട്ടു. ദോവിത്ത് 5:16. കർത്താവിൻ്റെ വചനം. ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും കർത്താവ് ശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം കേട്ട ഈ വചനം നമ്മളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നമ്മളുടെ സ്വർഗീയ പിതാവ് നമുക്ക് തരുന്ന ഈ വചനങ്ങളൊക്കെയും നമുക്ക് സ്വീകരിക്കുകയും ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ആ വചനം നമുക്ക് ആലേലനം ചെയ്യുകയും ചെയ്യാം. പല പ്രാവശ്യം നമ്മൾ ഉരുവിടണം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ നിങ്ങളെടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. വചനത്തിനപ്പുറം ഒന്നുമില്ല. നമ്മളുടെ സ്വർഗീയ പിതാവിന് അസാധ്യമായതൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ നമ്മൾ പിടിക്കണം. ദൈവമാണ് നമുക്കെല്ലാം തരുന്നത്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ യേശുവിനെ നമ്മുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പിതാവിനോട് നമ്മൾ ചോദിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ യേശു വഴി ഞങ്ങൾക്ക് വേണ്ട എല്ലാ നന്മകളും അങ്ങ് ഞങ്ങൾക്ക് നൽകണേ പിതാവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. നമ്മൾ ഏറ്റുപറയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്നവരായിരിക്കണം. ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. അങ്ങാണ് ഞങ്ങളുടെ സർവസ്വവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും യേശുവിനെ മുറുകെ പിടിക്കാം. ആകാശവും ഭൂമിയും കടന്നു പോയാലും യേശുവിൻ്റെ വചനം ഒരിക്കലും കടന്നു പോകത്തില്ല. നമ്മളിന്ന് കേട്ട വചനങ്ങളൊക്കെയും ദൂതന്മാരെ അയക്കുന്നതായിട്ടാണ്. ഹല്ലേലൂയ. ദൂതന്മാർ വന്ന് ഓരോ കാര്യങ്ങളും നടത്തുന്നതായാണ് നമ്മൾ കാണുന്നത്. ആ വചനം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ വചനം ഒന്ന് ധ്യാനിക്കണം. വചനത്തോടൊപ്പം ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് സന്ദേശം തരുന്ന വചനങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ വചനങ്ങളാൽ നിങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പിതാവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. വിശേഷാൽ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ അപ്പാ. അവർക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണം പിതാവേ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ പ്രാർത്ഥിക്കുന്ന, എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, എനിക്ക് വേണ്ടി അങ്ങ് തിരഞ്ഞു തന്ന എല്ലാ ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുമ്പോൾ അടിയനെയും കുടുംബത്തെ ഓർക്കണമേ അപ്പാ. അപ്പൻ്റെ കൃപയിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യകരം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന, യേശുവേ മഹത്വം. കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി സർവേശ്വര എന്നേക്കും. ആമേൻ.
കർത്താവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.